കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഒരു കിഡ്നി ഒരു പൊട്ട് പോലെ കാണുന്നുണ്ടായിരുന്നുള്ളു. അത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം, അതിന് വേണ്ടി എല്ലാ ഇതും ചെയ്യണം. അപ്പം ഞാൻ അതിക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് അത് ആ സമയത്ത് സ്കാനിങ്ങിൻ്റെ സമയത്ത് ഞാനിവിടെ ധ്യാനം ആരാധനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രാർത്ഥിച്ച് അപ്പം തന്നെ ഞാൻ ഫോൺ ചെയ്ത്. അപ്പം അവരവിടെ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരേപോലെ 2 കിഡ്നിയും ഒരേപോലെ വളർച്ച വ്യാപിച്ചിരിക്കുന്നു, ഇതെന്തൊരു അതിശയമാണ്, അതുകൊണ്ട് ഇനി ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും. നല്ല നമസ്കാരം ഷാജി. മണ്ണവിശ്വാസികളും ആൾദൈവങ്ങളും എപ്പിസോഡ് 2. എനിക്ക് വയ്യ. ഒത്തിരി പേര് കൊട്ടേഷൻ കൊടുക്കുമായിരിക്കും അല്ലേ? സാരമില്ലെന്നേ, കഴിഞ്ഞാല് നമുക്ക് ഏതെങ്കിലും ഒരു പാസ്റ്ററിക്ക് പോയി നമുക്ക് പാസ്റ്റർമാരല്ലേ ഇപ്പൊ ഷാജി. സഭകളെന്ന് പറയുമ്പോ സഭകൾക്ക് നമ്മൾ പണം കൊടുത്താൽ അത് ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് ആ പൈസ സ്വന്തം ഇഷ്ടപ്രകാരം വിനിയോഗിക്കാൻ പറ്റില്ല. വിനിയോഗിക്കാം, അവർക്ക് ജീവിക്കാം. പക്ഷെ ആൾദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ മാത്രം ഈ പണം കേന്ദ്രീകരിക്കപ്പെടുവാണ്. മനസ്സിലായോ? അതാ വ്യത്യാസം. ഈ ആൾദൈവങ്ങളുടെ സഭകളുടെ പ്രത്യേകത, ഈ ആൾദൈവത്തിന്റെ പേരിലാണ് ഈ സ്വത്ത് മുഴുവൻ വന്ന് കുമിഞ്ഞു കൂടുന്നത്. അപ്പോൾ മർത്തോമ സഭ ആയിക്കോട്ടെ, CSI ആയിക്കോട്ടെ, ഓർത്തഡോക്സ് ആയിക്കോട്ടെ, യാക്കോബ ആയിക്കോട്ടെ, ഏത് സഭയായിക്കോട്ടെ, ഈ സഭയിൽ വരുന്ന പണം ആ സഭയിലെ ഫണ്ടിൽ കിടക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ന്യായമായ രീതിയിലൊക്കെ ചെലവഴിക്കാമെന്നല്ലാതെ മൊത്തം ഒന്നും അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയല്ല. അവർക്ക് ഒരുപാട് ഈ ചെറിയ വീടുകൾ, പാവങ്ങൾ വീട് വെച്ചാൽ ഭാഗം കഴിച്ചു കൊടുപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഭ ചെയ്യുന്നുണ്ട്. എന്നാൽ അതും പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഈ സഭകൾക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ സഭകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ക്രിസ്ത്യൻ സഭകളാണ് ഇന്ത്യയിൽ മുഴുവൻ വിദ്യാഭ്യാസം കൊണ്ടത്, അതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ മറ്റൊരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേ ക്രിസ്ത്യൻ സഭകൾ ആശുപത്രികൾ ഭയങ്കരമായി നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു സഭ, ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന ഏതെങ്കിലും ആശുപത്രിയിൽ ഒരു പാവപ്പെട്ട രോഗിക്ക് ഒരു ഫ്രീ ഡയാലിസിസ് പോലും ചെയ്ത് കൊടുത്തായിട്ട് എന്റെ അറിവില്ല. ഷാജിയുടെ അറിവില്ല പറഞ്ഞില്ല, അതൊന്നുമില്ല. അപ്പൊ പിന്നെ ഇവര് പറഞ്ഞാൽ എന്താ കാര്യം? അപ്പൊ പണം ഉണ്ടാക്കാനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് ഈ സഭയും സഭാവിശ്വാസവും. ആൾദൈവങ്ങള് പച്ച തട്ടിപ്പാണ്. വീട് ഒരു ആൾദൈവം എവിടെയാ? നമ്മുടെ തേക്കടി ഞാൻ കണ്ടു ഇവിടെ കൈ കയറി അല്ലേ? മറ്റേ ഇവിടെ പരുത്തുംപാറ കൈ കയറി എന്തൊക്കെ കാണിച്ചത്? ഈ സ്വത്ത് എവിടെ നിന്ന് വന്നാ? ഇവൻ വന്നപ്പോ കൊണ്ടുവന്നാണോ? അല്ലെ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? അല്ലല്ലോ. ഇതെല്ലാം സ്വത്രകാഴ്ചയായിട്ട് ഡൊണേഷൻ ആയിട്ട് പാവപ്പെട്ട മൊണ്ണ വിശ്വാസികളെ, ഞാൻ ഈ മൊണ്ണ വിശ്വാസികൾ എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ കേട്ടോ, പറ്റിച്ചുണ്ടാക്കിയതാണ്. ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഇവരെ പേടിപ്പിച്ചുകളെയാണ്. ദൈവം നമ്മളെ ശിക്ഷിക്കാനിരിക്കുന്ന നിങ്ങളോട് ആരാ പറഞ്ഞത്? ദൈവം നമ്മുടെ രക്ഷകനാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞത് നമ്മളെ നശിപ്പിക്കാനുള്ളതല്ല, ഇവര് പേടിപ്പിക്കുക. അയ്യോ ദൈവം കോപിക്കും. ആരോട് കോപിക്കാൻ? ദൈവത്തിന്റെ മക്കളായ നമ്മളോട് ദൈവം തന്നെ കോപിക്കുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇടനിലക്കാരില്ല. എന്തൊരു കഷ്ടമാണ്. ഇതൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത നമ്മുടെ ആൾക്കാരെ കുറിച്ച് എന്താണ് പറയുക? ഷാജിക്ക് ഒരു അനുഭവം കഴിഞ്ഞ ദിവസം എന്നോട് രഹസ്യമായി പറഞ്ഞില്ലേ? അതായത് അന്ന് പറയാം പരസ്യമായി. ഞാൻ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അമേരിക്കക്ക് എത്തികാദ് എയർലൈൻസ് പോകുമ്പോ അതിലൊരു ആൾദൈവം ഉണ്ടായിരുന്നു. ആൾദൈവം കഴിച്ചത് കോച്ചാ, കോണിയാക്കൊക്കെ കഴിക്കുന്നത്. അപ്പൊ എന്നെ ബിസിനസ് ക്ലാസ് ആൾദൈവം ബിസിനസ് ക്ലാസ്സിൽ ആ ആൾദൈവത്തെ എനിക്കറിയാം കേട്ടോ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അയ്യോ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്നതിന് നമ്മൾ എതിരല്ല കേട്ടോ. അപ്പൊ ഈ പണം ആരുടെയാന്നുള്ള പ്രശ്നം. ഈ പാവപ്പെട്ടവന് ഈ ബക്കറ്റ് ബിരുവായിട്ട്, അതായത് ഈ പല ഇങ്ങനത്തെ അന്ധവിശ്വാസ പ്രാർത്ഥനകളിലും സ്വോത്രക്കാഴ്ച എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തും. ആ സ്വോത്രക്കാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് കിട്ടിയിരിക്കുന്ന ഈ സഭയിലുള്ള കള്ളന്മാരുടെ ഈ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നവര് ഈ പ്ലേറ്റ് സ്വർണം, അതായത് ഫേക്ക് ആയിട്ടുള്ള പിത്തളയിൽ പണിത സ്വർണം വലിയ ആടയാഭരണങ്ങളായിട്ട് വളയും മാലയും ഒക്കെ ആയി കമ്മലും ഒക്കെ ആയിട്ട് ഊരിട്ട് ഈ പ്രാർത്ഥന ഒരു ഘട്ടത്തിലേക്ക് എത്തി അതിന്റെ ഇടും പറയുമ്പോൾ ഇവരാദ്യം 4 ഭാഗത്തുനിന്ന് ഇവരുടെ ആൾക്കാർ ചാടി വന്നിട്ട് ഈ ആടയാഭരണങ്ങൾ ഊരി ഈ ബക്കറ്റിലിടും. ഈ ബക്കറ്റിലോട്ട് ഈ ആടയാഭരണങ്ങൾ ഊരി ഇട്ട് കഴിയുമ്പോൾ ഇത് കണ്ടുകൊണ്ട് സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് 1 ഗ്രാമും 2 ഗ്രാമും മുതൽ 1 പവനോ 2 പവനോ വരെയുള്ള വളയും കമ്മലും മാലയും എല്ലാം ഊരി ഇതിന്റെ കൂടെ ഇടും. മാത്രമല്ല ഷാജി, ഈ പെമ്പിളാരെ കെട്ടിക്കാൻ വേണ്ടി 1 പവനും 1/2 പവനും ഒക്കെ ശേഖരിക്കുമല്ലോ ഈ പാവങ്ങള്. സാറേ അതെല്ലാം കൂടി എടുത്ത് അങ്ങ് ഇടുന്നത് ആവേശം മുത്തിട്ട്, എന്നിട്ട് അങ്ങോട്ട് ഭക്തിയിൽ ലയിക്കുമ്പോ ഈ സ്വർണം കൊണ്ട് ഇവര് സേട്ടുമാരുടെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് സേട്ടുമാരെ കൊണ്ട് ഇത് ആസടി ചെയ്യും. ആസടി ചെയ്ത് കഴിയുമ്പോ സ്വർണം അല്ലാത്തത് മുഴുവൻ മെൽറ്റായി പോകും.
ആ മെൽറ്റായി കഴിഞ്ഞാൽ തനി തങ്കം ഇങ്ങോട്ട് കിട്ടും. ആ സാധനം നേരെ ബാറാക്കുക, വിറ്റ് കാശ് മേടിക്കുക. എന്നിട്ട് ബെൻസ് മേടിക്കുക. ബെൻസ് എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്നേ. ആഡംബരം. ഷാജി ഇങ്ങനെ ഈ അമേരിക്കക്ക് പോയ സമയത്ത് പറഞ്ഞോളൂ, ഞാൻ UK പോയിട്ട് വരുമ്പോ ഒരു സംഭവം ഉണ്ടായി. എന്റെ കൂടെ ഞാൻ ഇത്തിയാദിലാണ്, മറ്റേ അബുദാബി ടു മറ്റേ ഇവിടെ എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് എൻ്റെ കൂടെ പയ്യൊരാൾ, ചെറിയൊരാൾ ചെയ്യുക. പുള്ളി എന്നോട് കൂടിയിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത സീറ്റിലായിരുന്നു. വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പുള്ളി ഇറങ്ങി കഴിച്ചപ്പോൾ എന്നോട് ചോദിക്കുക പാസ്പോർട്ട് ഒന്ന് തരാമോ. ഞാൻ എന്തിനാന്ന് ചോദിച്ചു. എന്നാ പറയണേ ഒരു പുള്ളി മേടിക്കാനാണ്. ഉള്ള കാര്യം പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചല്ല ഇങ്ങനെ താങ്കൾ ആത്മീയതയല്ലേ? അതല്ല, എന്നാലും ഇരിക്കട്ടെ. അതാ പുള്ളി എന്നോട് ലോഹി കൂടി എന്താണെന്നറിയോ, എന്റെ ഈ പാസ്പോർട്ടിൽ ഈ ഇറങ്ങുമ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് സാധനം മേടിക്കാമല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവന്റെയൊക്കെ വിശ്വാസം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഞാൻ ദൈവവിശ്വാസം ഉള്ളവരെ പോട്ടെ, ഞാൻ പ്രകൃതി വിശ്വസിക്കുന്ന ആളാണ്. ദൈവം എന്ന് പറഞ്ഞത് പ്രകൃതിയാണ് വിശ്വസിക്കുന്ന ആളാണ്. പ്രകൃതിയാണ് എനിക്ക് നടക്കാൻ പ്രതലം തന്നത്, വെള്ളം തരുന്നത്, ആഹാരം തരുന്നത്. എന്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ നിങ്ങളുടെ വിശ്വാസം ഞാൻ എതിരാക്കുന്നത്. നമുക്ക് ദൈവം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇവന്മാരുടെ പോയി സ്തോത്രകാഴ്ച കൊടുത്താലാണോ ഇതിലൊക്കെ ദൈവം പ്രസാദിക്കത്തുള്ളൂ? ഇതിലൊക്കെ വലിയ ഈ സങ്കടം തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇവർക്കെല്ലാം ഭയങ്കര ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളാണ്. അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് BJP-യിൽ അത്ര ഇല്ലെന്ന് തോന്നുന്നു. അത്രയില്ല. ബാക്കി 2 രാഷ്ട്രീയ പാർട്ടിയിൽ ഉന്നത ബന്ധങ്ങളാണ്. ഇവർക്കൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ, എന്നോട് പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഉന്നതങ്ങളിൽ നിന്നാണ് വിളി വരുന്നത്. അതെ, ഉന്നതങ്ങളിൽ നിന്നാണ് വിളി വരുന്നത്. ഇവര് പറഞ്ഞാൽ തീരുമാനിക്കുന്ന ഇവരുടെ ആൾക്കാർ വോട്ട് ചെയ്യണ്ടേ? ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരെല്ലാം കളയുന്നത്. ശരിക്കും ഇവരെയൊക്കെ പിടിച്ചകത്തുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനുള്ള ഫണ്ടും ഇവര് കൊടുക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. ED വന്ന് ഇവനെയൊക്കെ പിടിച്ചുകൊണ്ടുപോകണം. ഇവനൊക്കെ സ്വത്ത് സോഴ്സ് ഓഫ് ഇൻകം ചോദിക്കണ്ടേ? അല്ലാത്തവനൊരു ബിസിനസ് ചെയ്ത് 10 പൈസ ഉണ്ടാക്കി കഴിച്ചാൽ അവന്റെ സോഴ്സ് ഓഫ് ഇൻകം ചോദിക്കും, അവനെ ശരിയാക്കും. ഇങ്ങനെയുള്ള ആൾദൈവങ്ങളെല്ലാം പിടിച്ച് അവന്റെ എല്ലാം സോഴ്സ് ഓഫ് ഇൻകം ചോദിച്ച് ഇവനെയൊക്കെ പിടിച്ച് ഇവന്റെ സ്വത്ത് കണ്ടുകെട്ടുണ്ട്. ഈ പാവപ്പെട്ട വിശ്വാസികളെ പാവം കൂലിവേല എടുത്തും ചാക്ക് ചുമന്നും പല വീടുകളിൽ വേലയ്ക്ക് നിന്നൊക്കെ ഉണ്ടാക്കിയ പൈസ പോയി ഞായറാഴ്ച ദിവസം വെള്ളിയാഴ്ചയും ഉപവാസമാണെന്നും മറ്റേതാണെന്നും മറിച്ചതാണെന്നും നമുക്ക് സഭ പണിയണം, ഹോള് പണിയണം, മണ്ണാങ്കട്ട പണിയണം എന്നൊക്കെ പറഞ്ഞ് ഈ പാവങ്ങളെ അടിച്ചു മാറ്റി മനത്താട്ടിയില്ലാത്ത ഇവനൊക്കെ കുറെ ബൈബിളിന്റെ അറിയത്തില്ല. ബൈബിൾ അറിയാത്തവൻ ഈ പൈസ വാങ്ങുമോ? കേക്കട്ടെ അല്ലേ? ബൈബിൾ അറിയാത്തവൻ ഈ പൈസ വാങ്ങുമോ? എന്റെ ചോദ്യം അതാ. ബൈബിൾ അറിയാം. നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് എന്താണ്? പണം വാങ്ങാൻ ചെയ്യേണ്ട സേവനമല്ലേ? ആണോ? ഇപ്പൊ മുഴുവൻ അയ്യോ നമ്മുടെ സഭകളൊക്കെയോ എല്ലായിടത്തും ഇപ്പൊ പള്ളികളിലൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് വരുന്നത്. എന്നാലോചിച്ച് നോക്കി, സിനിമാ നടന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ പള്ളികളിൽ കൊണ്ട് കയറ്റുന്നത്. ആത്മീയത പള്ളികളിൽ നിന്നൊക്കെ എന്നേ പോയി. ഈ സഭയെ നേതൃത്വത്തിരിക്കുന്നവരെല്ലാം ഉണ്ടല്ലോ. ആലോചിച്ച് നോക്കി, ദൈവത്തിക്ക് യേശുക്രിസ്തുവിനെ മാത്രം പ്രതിഷ്ഠിക്കുന്നിടത്തും അത് മാത്രം പറയുന്നിടത്തും രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ നടന്മാരും കയറി ഇറങ്ങാണ്. ഈ മതമേലധ്യക്ഷന്മാർ അവരുടെ പുറകെ നടക്കുകയാണ്. നാണമുണ്ടോ? നാണം. ഷാജി പറയാൻ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഞാനത് മുമ്പേ പറഞ്ഞു വന്നൊരു കാര്യം, ഇടയ്ക്ക് വേറെ വിഷയം വന്നിട്ട്, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഈ ആൾദൈവങ്ങളിൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത് അദ്ദേഹത്തെ ഭേദപ്പെടുത്തി അദ്ദേഹം അസുഖത്തിൽ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നമുക്ക് തിരിച്ചു തന്നാൽ അതല്ലേ ഇവർക്ക് ഏറ്റവും വലിയ പരസ്യം. അവർക്ക് അതിനോളം ഞാൻ ഈ സഭയിൽ ചെന്ന് ചേരും. ഞാനൊരു സംഭവം ഉണ്ടായാൽ അങ്ങനെ ഉണ്ടായി കാര്യം അതല്ലേ ഏറ്റവും വലിയ സാക്ഷ്യം. ഷാജി, ഞാനൊരു വെല്ലുവിളി നടത്തുക. ഞാനൊരു രോഗിയെ തരാം. 10 ജനം നിൽക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് ആ രോഗിക്ക് നിങ്ങൾ അവിടെ വെച്ച് സാക്ഷ്യം കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ 10 ലക്ഷം തരും. രണ്ട് തെളിവല്ലേ? 10 ലക്ഷം ഞാൻ 1 കോടി രൂപ കൊടുക്കും. ആണതേ. ധൈര്യം വെല്ലുവിളി ഏറ്റെടുക്കുക. ഏതെങ്കിലും ആൾദൈവങ്ങളുണ്ടോ? ഏതെങ്കിലും ആൾദൈവങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളൊരു രോഗിയായിട്ട് വരാം. ആ രോഗിയെ ജനങ്ങൾ നിൽക്കെ, ഇവിടുത്തെ മുഴുവൻ ക്യാമറ കണ്ണുകൾ നിൽക്കെ അവരെ ഭേദമാക്കാമെങ്കിൽ ഞാൻ 10 ലക്ഷം തരും. ഷാജി 1 കോടി രൂപ. 1 കോടി 10 ലക്ഷം രൂപ വെല്ലുവിളി ഏറ്റെടുക്കാം. തന്റെ ഇടമുള്ള ആൾദൈവങ്ങളുണ്ട് ഇവിടെ വാ. തന്റെ ഇടം ഉണ്ടെങ്കിൽ കൊറോണ സമയത്ത് ചെറിയൊരു അണുവിനെ പേടിച്ച് വീടിനകത്ത് ബാത്റൂമിൽ കയറി ഒളിച്ച ആൾദൈവങ്ങളോട് ഞാൻ ചോദിക്കും. അല്ല, ചുണ്ടേപ്പാണ്ടുള്ള ഒരു പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്ററൊക്കെ പാണ്ട് മാറ്റിയാ പോരാ. ചുണ്ടേപ്പാണ്ടുള്ള ഒരു പാർട്ടിയുണ്ട്. പേര് പറയണ്ട. അവന്റെ പൊല്ലെ. എന്റെ കോളേജില് പബ്ലിക് കോളേജിൽ പഠിച്ച ഒരു കുട്ടിയുടെ ഫാദർ ഒരിക്കൽ എന്റെ അടുക്ക വന്ന് പറഞ്ഞതാണ്. അയാള് വിദേശത്തേക്ക് പോവാണ്. അതിന് യാത്ര പറയാൻ വേണ്ടി തിരുവനന്തപുരം പോയിട്ട് തിരിച്ചു വരുമ്പോൾ അയാളും ഫാമിലിയോട് കൂടി പ്രാർത്ഥനാലയത്തിൽ കയറി. ഈ പ്രാർത്ഥനാലയത്തിൽ കയറി കഴിഞ്ഞ സമയത്ത് ഇയാള് കാപ്പ് കുടിക്കാൻ പോയി. ഭാര്യ പ്രാർത്ഥനാലയത്തിൽ നേരത്തെ ചെന്നു. അല്ല, പ്രാർത്ഥന 10 മണിക്കാണ് തുടങ്ങുന്നത്. ഇവർ 8 മണിക്ക് വേണ്ട ചെന്നു. ഞായറാഴ്ചയല്ലേ ആരാധന പങ്കെടുത്തൊക്കെ കണ്ട ഒരു ആരാധനത്തിലേക്ക് ചേർന്നു. ആൾദൈവങ്ങളെയായിരുന്നു. ഈ മനുഷ്യൻ ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. അപ്പോൾ ഇടുക്കിക്കാരനാണ്. സോറി, തൊടുപുഴ അവിടെ ആ ഭാഗത്ത് മൂലമറ്റ ആ ഭാഗത്ത്. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അവസാനം ഭാര്യയോട് ചോദിച്ചാൽ എന്താ നേരത്തെ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. കാരണം അവർ ചോദിക്കാൻ കാരണം
വല്ല ഏജന്റുമാരും വിട്ട് മാർക്കറ്റ് ചെയ്യാൻ വിട്ട വല്ല വല്ല എന്താ പറയുക സാക്ഷ്യം പറയാൻ വിട്ടവരാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ അല്ല ഇങ്ങനെയാ സംഭവം എന്ന് പറഞ്ഞു. പിന്നെ പാസ്പോർട്ട് നമ്പറൊക്കെ ഇവർ ഫോട്ടോയിൽ എടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ മെയിൻ ആൾ ദൈവം സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയാണ് ഇന്നയാൾ ഇന്ന പാസ്പോർട്ട് നമ്മുടെ ആള് ഇതാ വിദേശത്തേക്ക് പോകും ഉറപ്പാണെന്ന് പറഞ്ഞു വിളിക്കുകയാണ്. അപ്പൊ അത്ഭുതം പോലെ ഈക്കും തോന്നി. ഭാര്യ വലതുവശത്തും ഇടതുവശത്താണ് ഇദ്ദേഹം വരുന്നത് ജനങ്ങളുടെ ഇടയിൽ. അപ്പൊ ഇളെ പേര് ചൊല്ലി അവർ വിളിച്ചു, എഴുന്നേക്കാൻ പറഞ്ഞു. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ഇന്നതല്ലേ, നിങ്ങൾ വിദേശത്തേക്ക് പോവല്ലേ, ഞങ്ങൾ പ്രാർത്ഥനയിൽ കണ്ടു, ഞങ്ങളുടെ അകക്കണ്ണിൽ കണ്ടു, ദൈവം ഇന്നലെ രാവിലെ വെളുപ്പിനെ 5 മണിക്ക് ഈ മൊണ്ണയോടെ എന്ന് പറഞ്ഞെന്ന്. ഇങ്ങനെ ഒരാൾ വരും, അയക്ക് ഇന്ന സ്ഥലത്ത് പോവാണ്, പാസ്പോർട്ട് നമ്പറൊക്കെ ദൈവം വന്ന് വെളിപ്പെടുത്തിയത്. ദൈവം രാവിലെ വരുവായിരുന്നു. ദൈവം ഓട്ടോറിക്ഷ പിടിച്ച് പിന്നെ വീട്ടിൽ വന്നു വെളുപ്പിനെ. വെളിയിലിറങ്ങിയിട്ട് ഭാര്യ പറഞ്ഞു, ഇയാള് വലിയ അത്ഭുതത്തോടെ നോക്കി, ഇങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ ഈ പാസ്റ്റർ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഭാര്യ വെളിയിറങ്ങി പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്ന കോട്ടയം വഴി പോരുമായിരുന്നു. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, അയ്യോ എന്നോട് ഇവർക്ക് നേരത്തെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാ ഇത് പറഞ്ഞതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവന്മാരെ പോലെ തന്ത്രം പിടിച്ച തന്ത്രശാലികള് ഇവനെയൊക്കെ ശരിക്കും മുള്ളിയ ചൂലോട്ട് അടിക്കണം. സാറേ അതുപോലെ എന്റെ ഭാഷ്യത ഈ ആൾദൈവങ്ങളെ പോലെ തന്നെ കൂടോത്രക്കാരുണ്ട്. കൂടോത്രം. അതായത് എനിക്കറിയാവുന്ന കേരളത്തിലെ ഒരു പ്രശസ്തമായ ഫാമിലിയിലെ ഒരാള് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടിരുന്നുകൊണ്ട് എന്നോട് പറയാണ്, പുള്ളിയുടെ സഹോദരനും അമ്മയും കൂടി പുള്ളിയെ കൂടോത്രം ചെയ്ത് നശിപ്പിച്ചു, അതുകൊണ്ട് രക്ഷയില്ല. ഞാൻ പറഞ്ഞു, സഹോദര നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ 5000 രൂപ പത്രത്തെ എഴുതി സമ്മതപത്രം എഴുതി തരാം, നിങ്ങൾ എന്നെ ഒന്ന് കൂടോത്രം ചെയ്തൊന്ന് തളത്തിക്കിടത്ത്, അല്ലെ എന്റെ സമ്പത്തും എന്റെ ആരോഗ്യമെല്ലാം നിങ്ങളൊന്ന് ക്ഷയിപ്പിക്കും, ഞാനത് സ്വയമായിട്ട് ഏറ്റു. നിങ്ങൾ അറിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അത് ചേട്ടൻ അറിയാൻ മേലാത്താണ്. ഞാൻ പറഞ്ഞു എനിക്ക് അത് തെളിവ് വേണം, അറിയാൻ മേല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അങ്ങനെ ശക്തിയുള്ള ഒരു കൂടോത്രം ചെയ്യാനായിട്ട് പവറുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ട്, കോഴിത്തലയിലോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഓതി വെള്ളത്തിലോ എന്തെങ്കിലും തന്നിട്ട് എന്നെ ഒന്ന് അത് ഫലിപ്പിക്ക്. ഞാൻ പറയണ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യക്ക് പ്രതിരോധ ചെലവ് തന്നെ ലാഭിക്കാമല്ലോ. പാകിസ്ഥാനെതിരെ 2 കോഴിമുട്ട എറിഞ്ഞാൽ പോരെ, അല്ലെ ചൈനക്കെതിരെ തകിട് കുഴിച്ചിട്ടാ പോരെ, ഇന്ത്യ രക്ഷപ്പെടുകയല്ലേ. ഇവിടെ കോടാനുകോടി രൂപ കൊണ്ട് ഇവിടെ പ്രതിരോധത്തിന് കൊടുക്കുന്നിടത്ത് ഇവിടെ പാമ്പകൾക്ക് അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ഈ വിദ്യാഭ്യാസം സ്കൂളിന്റെ പളിവാതിലും ഇതൊക്കെ ചെയ്യാവും. ഇവനൊക്കെ ബ്രെയിൻ വാഷ്. ഞാൻ മടുത്ത് ഷാജി നമുക്ക് നിർത്താം സാറേ, നമുക്ക് അത് സാരമില്ല. ആൾദൈവങ്ങൾക്കെതിരെ പറഞ്ഞു, പിന്നെ അല്ല കൂടോത്രക്കാർക്കെതിരെ പറഞ്ഞു. ഏതാ എന്റെ കൂടോത്രക്കാരെ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുക, എനിക്കെതിരെ ഞങ്ങളിപ്പോ നിങ്ങൾക്കെതിരെ പറഞ്ഞല്ലോ, ഞങ്ങൾക്കെതിരെ ഒരു കൂടോത്രം ചെയ്തു നശിക്കാൻ. അല്ല ഞങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തു, ഞങ്ങളിത് NOC അതിരിക്കുക, ഫ്രീ ഹാൻഡ് ഇവന്റെയൊക്കെ കൂടോത്രം. ഏതാ ഞാൻ മടുത്ത് ഷാജി, നമുക്ക് അവസാനിപ്പിക്കാം. നല്ല നമസ്കാരം, താങ്ക് യു.